സ്വർണ്ണാഭരണങ്ങൾക്ക് സൗജന്യ ജ്വല്ലറി ഇൻഷുറൻസും. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. കാരണം ഓരോ വധുവിന്റെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. ബി.ജെ.പി. മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂരിൽ സ്വാതന്ത്ര്യം, സമൃദ്ധി, സ്വാഭിമാനം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിഭജനത്തിന്റെ ഭീകരത എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം സജി ശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ദീർഘകാലം ജയിലിൽ കിടന്നുള്ള വ്യക്തി ആരാണ്? അദ്ദേഹം ഒരു ചോദ്യാവലി തയ്യാറാക്കിയത്. ആ ചോദ്യാവലി ചോദിച്ചത് ഇത്രയും ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സേനാനി ആരാണ് എന്ന ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യത്തിനാണ് പ്രിയപ്പെട്ടവർ ഉത്തരം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഓപ്ഷൻ കൊടുത്തത് വീര സവർക്കർ. 20 വർഷത്തോളം ജയിലിൽ കിടന്ന ആരാണ് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുള്ളത്? അതുകൊണ്ട് വീര സവർക്കർ 20 വർഷം ജയിലിൽ കിടന്നിട്ടുള്ള ഏറ്റവും അധികം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ചു മരിച്ചിട്ടുള്ള ആളെന്ന രീതിയിലാണ് സവർക്കറെ പുലർത്തപ്പെട്ടിട്ടുള്ളത്, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ആ അധ്യാപകനെക്കുറിച്ചും അദ്ദേഹം രേഖാമൂലം പാഠപുസ്തകത്തിലേക്ക് ചോദ്യാവലിയായി നൽകിയെന്നാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത്. അദ്ദേഹം സത്യത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആണെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുന്നത് അദ്ദേഹത്തെ നാടുകളാണ്, ഈ സംസ്ഥാനം നാടുകളാണ്. അദ്ദേഹം പഠിച്ചു വരണം ചരിത്രം. ഈ രാജ്യത്തിൻ്റെ ചരിത്രം, ഈ ഭാരതത്തിൻ്റെ ചരിത്രം അറിയാത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ വിഭജനത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നാമൊക്കെ കിടന്ന് പിടയുന്ന ആ ഒരു ചരിത്ര ഓർമ്മിക്കുന്ന സമയത്ത് ഒരു ചരിത്രത്തിൻ്റെ ഏടുകളിൽ വെറും ഒരു കറുത്ത മഷി കൊണ്ട് അതിനെ അടയാളപ്പെടുത്തി ഇല്ലായ്മ ചെയ്യുന്ന ആ മന്ത്രി എന്തിനാണോ ആവശ്യം കേരളത്തിൽ? ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ലേ നമ്മുടെ ഈ സംസ്ഥാനത്തുള്ള കുട്ടികളെ പഠിപ്പിക്കണ മന്ത്രി? അതുകൊണ്ട് ആ മന്ത്രിയെ നാടുകൾ ഈ രാജ്യത്തെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള നീക്കത്തിലൂടെയും കാസർകോട്ടെ അധ്യാപകന്റെ സസ്പെൻഷനിലൂടെയും അഭിനവ മുഹമ്മദ് അലി ജിന്നയാകാനാണ് കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ശ്രമിക്കുന്നതെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി.ആർ. രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ഈസ്റ്റ് ജില്ല വിഭജനത്തിന്റെ ഭീകരത എന്ന വിഷയത്തിൽ ബി.ജെ.പി. പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.കെ. അശോക് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഷിനോജ് പണിക്കർ, ബിജു എം സാമുവൽ, സംസ്ഥാന സമിതി അംഗങ്ങളായ കെ.സി. വേലായുധൻ, അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, ബി.ജെ.പി. ജില്ലാ ഉപാധ്യക്ഷന്മാരായ കെ.പി. ഗോപിനാഥ്, കെ. രാജൻ, ജില്ലാ സെക്രട്ടറിമാരായ കെ. സുനിൽ ബോസ്, പി. ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.